ശാന്തിഗിരി ആശ്രമ സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു വിശ്വസാംസ്കൃതിക കലാരംഗം എന്ന നാമധേയത്തിൽ ഇങ്ങനൊരു കലാവേദിക്ക് നാമകരണം ചെയ്യാനുള്ള പ്രധാന കാരണം ശാന്തിഗിരി ആശ്രമത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ കലാരംഗത്ത് ഇന്ന് കാണുന്ന മൂല്യച്യുതിക്കൊരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. പർണശാല ഡെഡിക്കേഷനോടനുബന്ധിച്ച് ഈ കൊച്ചു കേരളത്തിലും അതിന് വെളിയിലുമായി നൂറുകണക്കിന് സ്ഥലങ്ങളിൽ ഈ കലാരംഗം അവതരിപ്പിച്ചതിലൂടെ ജനങ്ങളുടെ ദുഃഖത്തിന് അടിസ്ഥാനപരമായ മാറ്റം ഈ കലയിലൂടെ അവർക്ക് മനസ്സിലാക്കാനും അതിലൂടെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് മാറ്റം വരാനുള്ള കാര്യകാരണങ്ങൾ എന്താണെന്ന് ഒരു ആത്മീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ശാന്തിഗിരിയുടെ വിഭാവനയിലൂടെ മാറ്റിയെടുക്കുക എന്നുള്ള അടിസ്ഥാനപരമായ ലക്ഷ്യത്തോടു കൂടിയാണ് ശാന്തിഗിരിയുടെ ഈ തെരുവ് നാടകം ഈ ലോകത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. ശാന്തിഗിരി ആശ്രമം പോലൊരു ആശ്രമം ഇവിടെ ഇന്ന് ആഗോള താപനത്തെ പറ്റിയും അതുപോലെ തന്നെ ആഗോളവൽക്കരണത്തെ പറ്റിയും അതുപോലെ തന്നെ ജലസംഭരണികൾ ഈ പ്രകൃതി കനിഞ്ഞു നൽകിയ ജലസ്രോതസ്സുകൾ വറ്റിപ്പോകുന്നതിനെ പറ്റിയും മനുഷ്യർ തമ്മിൽ സ്നേഹമില്ലാതാവുന്നതിനെ പറ്റിയും എല്ലാം നമ്മോട് സംസാരിക്കുന്ന ഒരു നാടകം അവതരിപ്പിക്കാൻ പോകുന്നു എന്നറിയുന്നതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. തീർച്ചയായും ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റത്തിന് തുടക്കം കുറിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശാന്തിഗിരി ആശ്രമത്തിലെ പർണശാല സമർപ്പണത്തോട് അനുബന്ധിച്ച് ലോകവ്യാപകമായി നടക്കുന്ന കുറേ കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് വിശ്വസംസ്കൃതി കലാകേന്ദ്രം ഈ തെരുവ് നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഉത്തരങ്ങൾ തേടുന്ന സമൂഹത്തെ സൃഷ്ടിക്കുന്നുള്ള ഒരു സാമൂഹ്യ നവസൃഷ്ടിയിൽ ശാന്തിഗിരി ചെറിയൊരു കാൽവെപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രമേയത്തിൽ നിന്നുകൊണ്ട് ഒരു നിമിത്തം പോലെ അല്ലെങ്കിൽ ഒരു നിയോഗം പോലെ ഇങ്ങനെ ഒരു കർമ്മം എനിക്ക് ചെയ്യാൻ ഉള്ളൊരു അവസരം ലഭിച്ചത് എനിക്കതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഗുരുവിന്റെ അമൃതവാണികൾ അവയിൽ ഒന്നോ രണ്ടോ എണ്ണം എടുത്ത് അവയ്ക്ക് ചുറ്റും ഓരോ വൃത്തം വരയ്ക്കുക മാത്രമാണ് ഈ രചനയിലൂടെ ഞാൻ ചെയ്തിട്ടുള്ളത്.